താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടെ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തിരുന്നാൽ വളരെ നന്നാവും. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ദിസ് വെബിനാർ. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും തേഴ്സ്ഡേ നടത്തി വരുന്ന ഫ്രീ വെബിനാറിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു അധ്യാപകന്റെ വെറും 38 വർഷം മാത്രം ജീവിച്ച് ഒരുപാട് പേരുടെ ഹൃദയം സ്വന്തം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ, ഹൃദയം കവർന്നെടുത്ത ഒരു അധ്യാപകനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അധ്യാപകൻ പറഞ്ഞ രണ്ട് വരികൾ, അദ്ദേഹത്തിന്റെ അധ്യാപകൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു സെന്റൻസ് എന്നെ വളരെ വല്ലാതെ സ്വാധീനിച്ചു. ആ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ജീവിച്ച വർഷത്തേക്കാൾ വർഷിച്ച ജീവിതം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ ശിഷ്യൻ അല്ല എൻ്റെ അധ്യാപകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറും 38 വർഷം മാത്രമാണ് ജീവിച്ചത്. ആ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് അതിലേറ്റവും നിങ്ങൾക്ക് അധ്യാപകൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും അറിയാമോ അദ്ദേഹത്തെ കുറിച്ച്? അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ജോർജ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ കൊമേഴ്സ് അധ്യാപകനായിരുന്നു. ഈ കഴിഞ്ഞ ഓണാഘോഷം, ഇപ്പൊ നടന്ന ഓണത്തിന്, ലാസ്റ്റ് ഓണത്തിന് ഓണാഘോഷ പരിപാടികൾ പങ്കെടുത്ത് അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്ത് അതിനകത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്: നിങ്ങൾക്കുള്ളതെല്ലാം ഏറ്റവും അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഇതാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ സംഭാഷണം ഇതായിരുന്നു: എത്ര പേർക്ക് ക്യാമറ ഓൺ ചെയ്ത് വന്നിരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ, ഞാൻ ഈവൻ മോർ ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആവും, എനിക്ക് കുറച്ചുകൂടെ എനർജി ഉണ്ടാവും. ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? സുധീഷ് സാർ ക്യാമറ ഓൺ ചെയ്യാമോ? അഖില, ക്യാമറ ഓൺ ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? കുഴപ്പമില്ലാതെ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ എത്ര പേർക്ക് പറ്റും? ഷിഫയൊക്കെ ഓഫീസിലാണോ? മാം, ഞാൻ പുറത്താണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്യാം. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട്. വെരി ഗുഡ്. ആദിത്യ ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യും. ആദിത്യ, സന്ധ്യയൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല മാം. ശരി. ഹിന്ദിസാം, ഡോക്ടർ ഹിന്ദിസാം, ക്യാമറയിൽ വരാൻ പറ്റുന്നവർക്ക് വരണം കേട്ടോ. എവിടെ ആദിത്യ കുട്ടി? ആദിത്യ ഇപ്പൊ ഓൺ ചെയ്യും, ക്യാമറ ഓൺ ചെയ്ത് വരും. വൃന്ദ വർക്കിലാണ്. നോ ഇഷ്യൂസ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ്. ഈവൻ വർക്കിലാണെങ്കിലും നിങ്ങൾ കാണിക്കുന്ന മൈൻഡിന് താങ്ക് യു സുധീഷ് സാർ. താങ്ക് യു മേരി. സന്തോഷം. മേരിന്റെ എല്ലാ പ്രോഗ്രാമിനും മേരി തെക്ല മാം വരാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അന്ന് നടത്തിയ അവസാനത്തെ സ്പീച്ചിൽ, അന്ന് അവസാനമാണെന്ന് അറിയുന്നില്ല, രേഷ്മ വന്നോ? വെരി ഗുഡ്. അപ്പോ താങ്ക് യു രേഷ്മ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്: ലോകത്തെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണ്? അത് സെമിത്തേരിയാണ്. ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് സ്നേഹം, ഒരുപാട് കൈൻഡ്നെസ്, ഒരുപാട് കമ്പാഷൻ, അഫെക്ഷൻ, റൊമാൻസ്, ഇതെല്ലാം കൊണ്ടുപോയി അവിടെ പോയി കിടക്കുകയാണ് മനുഷ്യര്. ഉപയോഗപ്പെടാതെ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താതെ അവിടെ പോയി കിടക്കുകയാണ് മനുഷ്യര്. എന്തിനാണ് അവിടെ ഉപയോഗിക്കപ്പെടാത്ത ഈ സാധനം കൊണ്ട് നിങ്ങൾ മനസ്സ് നിറച്ചുകൊണ്ട്, ബ്രെയിൻ നിറച്ചുകൊണ്ട്, വിങ്ങിപ്പെട്ടിക്കൊണ്ട് എന്തിനാണ് സെമിത്തേരിയിൽ പോയി കിടക്കുന്നത്? നിങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് മനസ്സും എല്ലാ ആത്മാവൊക്കെ ശൂന്യമാക്കിയിട്ട് പോകരുതോ? അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളാണേ. പലപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഇത് പറയാറുണ്ട്. നമ്മൾ കൂടുതൽ ഗീവ് മോർ, ഈവൻ മോർ കൊടുക്കാൻ നമുക്ക് പറ്റും. കൂടുതൽ സ്നേഹം, കൂടുതൽ സന്തോഷം, കൂടുതൽ കരുണ, കൂടുതൽ കമ്പാഷൻ, ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെ കൊടുക്കാൻ കഴിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനോട് പറയുന്നു: നിങ്ങൾ എല്ലാവരും, ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ പറയുന്നതാണ്, ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊരു ഒരു സ്ലോഗനായിട്ട് എടുക്കൂ. നിങ്ങൾ കൂടുതൽ സ്നേഹിക്കൂ, കൂടുതൽ കരുണ കാണിക്കൂ, കൂടുതൽ പഠിക്കൂ, കൂടുതൽ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യാപകൻ കുഴഞ്ഞു വീണ് അവിടെ മരിക്കുകയാണ്. ആ അധ്യാപകന്റെ ഓർമ്മയുടെ മുന്നിൽ ജെയിംസ് ജോർജിന്റെ അധ്യാപകൻ, ഒരു ഗുരുനാഥൻ പറഞ്ഞ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്: ജീവിച്ച വർഷത്തേക്കാൾ വർഷിച്ച ജീവിതം, അതുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ എൻ്റെ അരുമ ശിഷ്യൻ അല്ല എൻ്റെ അധ്യാപകൻ എന്ന്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ, അങ്ങനെയൊക്കെ പറയാൻ ഒരു അവസരമൊക്കെ ലഭിക്കണമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പറയാൻ സാധിക്കുക. അങ്ങനെ പറയാൻ സാധിക്കട്ടെ എന്നുള്ളൊരു തോട്ടോട് കൂടി ഇന്നത്തെ നമ്മളെ സബ്ജക്റ്റ് മാനേജ്മെന്റ് ആയതുകൊണ്ടാണ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ ആ പറഞ്ഞത് അത്ര റിലാക്സ്ഡ് ആകുന്ന ഒരു കാര്യമില്ല. ബട്ട് യു ഹാവ് ടു കീപ് ഇൻ യുവർ ഓൺ മൈൻഡ്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും?
നമുക്ക് എങ്ങനെ കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ സന്തോഷം, കൂടുതൽ സ്നേഹം എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള മെസ്സേജാണ് ഞാൻ ആദ്യം തന്നത്. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് സ്ട്രെസ്സിനെ കുറിച്ചാണ്. സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3, 4, 5 മൾട്ടിനാഷണൽ കമ്പനികൾ എടുത്താൽ ഏറ്റവും മുകളിൽ വരുന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്ത അന്ന സെബാസ്റ്റ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജൂലൈ 20 ആ കുട്ടി 26-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ ചാനലുകളിലും TV ചാനലുകളിലും ഒക്കെ അന്നയുടെ അമ്മ എഴുതിയ ഒരു കത്ത്, അതായത് ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ കമ്പനി മേധാവിക്ക് എഴുതിയ ഒരു കത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ചാനലുകളിലൊക്കെ ഒരുപാട് ആ കത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു. ഒത്തിരി പേര് ആ വാർത്ത കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പൊ അമ്മ പറഞ്ഞത് ജോലി സ്ഥലത്തെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ ജോലിയിലൂടെ കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്ട്രെസ് കൂടിയിട്ടാണ് എൻ്റെ കുട്ടി മരിച്ചത്. ഇനി ആർക്കും ഈ വേദന വരരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. അതേസമയം ഇതിപ്പം കേന്ദ്ര ഗവൺമെന്റ് സ്വമേധയാ ഈ വിഷയത്തിൽ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ കമ്പനിയുടെ ഹെഡ് പറയുന്ന ഇതാണ്, 2 ലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന ഈ ഒരു കമ്പനിയിൽ ജോലി ഭാരം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ഇതുവരെ ആരും മരിച്ചിട്ടില്ല. അതുകൊണ്ടല്ല, ഇവിടെയുള്ള എല്ലാവരും അത്തരത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതല്ല കാരണമെന്നാണ് പറയുന്നത്. ഈ കുട്ടി മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ്, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പൊ വെളിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് സ്ട്രെസ് കൊണ്ടാണ് മരിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. സ്ട്രെസ്സാണ് ഹാർട്ട് അറ്റാക്കിന് ആധാരമായ കാര്യമെന്നും ഞാനിവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഇതിന്റെ ഓരോന്നിനും അവരുടേതായ ചില റീസൺസ് ഉണ്ടാവും. അത് ഇപ്പം അന്വേഷണം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ജീവിതം ബെസ്റ്റ് ആക്കി ജീവിക്കുവാൻ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകൾ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഞാൻ അന്ന സെബാസ്റ്റ്യനെ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രെസ്സിലേക്ക് തിരിച്ചു വരാം. സ്ട്രെസ് വളരെ ചെറിയ കുട്ടികൾ പോലും ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. സ്ട്രെസ് എന്ന് പറയാൻ, നാക്ക് തിരിഞ്ഞു പറയാൻ പറ്റാത്ത പ്രായത്തിലുള്ള പൊടി കുഞ്ഞുങ്ങൾ പോലും സ്ട്രെസ്ഡ് ആണെന്ന് പറയാറുണ്ട്. അത്രയും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറി, എസ്പെഷ്യലി ആഫ്റ്റർ പാൻഡമിക്. ഒരു കോമൺ സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. എങ്ങനെ അത് അപ്പോൾ സ്ട്രെസ്സിന് ഒരാളെടുത്ത് ഒരു ഒപ്പീനിയൻ എടുക്കണമോ അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കണമോ, അതുമല്ലെങ്കിൽ ആരെങ്കിലും കാണണമോ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ടാകാം. അത് ഈ ഒരു 12 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സ്ട്രെസ്, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ മനസ്സിലാക്കേണ്ടത്, സ്ട്രെസ്സിനെ കരുതേണ്ടത് എങ്ങനെയാണ്, സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 2 തരത്തിലാണ് സ്ട്രെസ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2 ടൈപ്പ് സ്ട്രെസ് ആണുള്ളത്. ഒന്ന് സ്ട്രെസ് അല്ലെങ്കിൽ നല്ല സ്ട്രെസ്, ഗുഡ് സ്ട്രെസ്. അടുത്തത് ബാഡ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ്. ഡിസ്ട്രെസ് എപ്പോഴും നമുക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സ്ട്രെസ് ടു സം എക്സ്റ്റെൻഡ് നല്ലതാണ്. കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾക്ക് കുറെ കൂടി ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആകും. മെമ്മറി കുറച്ച് കൂടും. നമ്മൾക്ക് കുറെ കൂടി പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ ചെയ്യാനുള്ള ഒരു സംഭവം ഈ സ്ട്രെസ് തരും. നല്ല സ്ട്രെസ് ആണെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ പ്രോഗ്രാമിലേക്ക് കയറുമ്പോൾ ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് വെൽ പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളത് അതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒന്ന് സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെസ് ആണ്. എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രെസ് ആണ്. അത് നന്നായിട്ട് പഠിക്കണമെങ്കിൽ മാർക്ക് കുറയും, ഞാൻ പുറന്തള്ളപ്പെട്ടു, സ്ട്രെസ് ആണ്. അത് എക്സ്ട്രീം ലെവലിലേക്ക് പോയി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ ആക്ടിവിറ്റീസിനെ ബാധിക്കും, എൻ്റെ ചിന്തകളെ ബാധിക്കും, എൻ്റെ ശരീരത്തെ ബാധിക്കും, എൻ്റെ മൈൻഡ് സ്റ്റക്കായി പോകുമ്പോൾ, ഞാൻ ടയേർഡായി പോകുമ്പോൾ, ഞാൻ ഹെൽപ്ലെസ് ആകുമ്പോൾ, എനിക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് അത് ഡിസ്ട്രെസ് ആയിപ്പോയി, അതിൻ്റെ എക്സ്ട്രീം കഴിഞ്ഞു പോയി. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ സ്ട്രെസ് വളരെ കൂടുന്ന അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലുള്ള ഈ ആൾക്കാർ പറഞ്ഞ ചില പോയിന്റ്സ് ഉണ്ടല്ലേ. ആരെങ്കിലും ഒരാളൊന്ന് കുറ്റം പറഞ്ഞാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. നമ്മളത് കേട്ട് ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് പോലെ നമ്മൾ സൈക്കോളജിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഒരാൾ നിങ്ങളെ ഹാം ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തു, ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നിങ്ങൾ എപ്പോഴാണ് എത്ര നേരം അത് കൊണ്ടു കിടക്കും? ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറക്കും. ഇറ്റ്സ് ഓക്കെ. അങ്ങനെയുള്ളവർക്ക് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞാലും മറക്കൂല, ഒരു മാസം കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്താലും ഇത് മനസ്സിലേക്ക് കയറി വരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ചില പല സന്തോഷം, ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ് കയറി വരുന്നു. ഒരു കുട്ടി പുറത്തേക്ക് പോയി, കാണാൻ വൈകുന്നു, അപകടം സംഭവിച്ചു, അതിന്റെ എക്സ്ട്രീം നെഗറ്റീവ് തോട്ട്സ് ഇത് എപ്പോഴും വരുന്ന ആൾക്ക് സ്ട്രെസ് കൂടാനുള്ള സാധ്യത, ഡിസ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉറക്കമില്ലായ്മ, ഡെയിലി ആക്ടിവിറ്റീസിൽ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, ഒരു നമ്മൾ ആരോടും അധികം സംസാരിക്കാൻ പോകുന്നില്ല, കീപ്പ് ഓൺ ആവശ്യമില്ലാത്ത ചിന്തകൾ മാത്രമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി, അതുപോലെ തന്നെ നമുക്കൊരു ഏതെങ്കിലും ഒരു മൊമെന്റ്, ഹാപ്പിനെസ് കിട്ടുന്ന മൊമെന്റ് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇതേപോലെയുള്ള മാനസികമായ ഇത്തരം സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ ആകാംക്ഷഭരിതമായ ഒരു ലൈഫിലേക്കോ മൂവ് ചെയ്യുകയാണെന്നുള്ളൊരു ഒരു അറിവ് നമുക്കുണ്ടാകണം. ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. ഈ പിന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആളുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഫോർ ഫാദേഴ്സ് ജീവിതം തുടങ്ങിയ കാലം മുതൽ സ്ട്രെസ് അനുഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ ആങ്സൈറ്റിയെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബ്രെയിനിൽ ഇത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ബോഡി എങ്ങനെ അഫക്ട് ചെയ്യുന്നു, മൈൻഡ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു, ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം അത് ബ്രെയിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ബ്രെയിനിൽ നമ്മുടെ ഹൈപ്പോതലാമസ്, HPA ആക്സിസ് എന്ന് പറയും, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് അഡ്രിനാലിൻ, ഇത് സ്റ്റിമുലേഷൻ നടക്കും. ഹൈപ്പോതലാമസ് അതുപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു, അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ അമിഗ്ദല, ഇമോഷണൽ ഏരിയ എന്ന് പറയുന്ന അമിഗ്ദലയിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു, കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. ഇത് നമ്മളെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഇവിടെ ബാധിക്കും. ഇവിടെയാണ് തോട്ട്സും പ്ലാനിങ്ങും എല്ലാം ഉള്ള, ഇതിനെ ബാധിക്കും. ഇവിടെ സ്റ്റക്കായി പോകുന്നു ഈ ഫ്രണ്ട് പോർഷൻ. ഇത് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആകുന്നു. നമ്മുടെ റെസ്പോൺസ് അതനുസരിച്ചുള്ള, ബ്രെയിനിൽ ഇത് സംഭവിക്കുമ്പോൾ അതനുസരിച്ചുള്ള റെസ്പോൺസ് വരുന്നു. ബോഡി അതിൻ്റെ ആ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളിൽ കണ്ടിന്യൂസ് സ്ട്രെസ് ആണെങ്കിൽ ബോഡിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഇമ്പാക്റ്റ് പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ സ്ട്രെസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലതരത്തിലാണ് സ്ട്രെസ് പുറത്തേക്ക്. ചിലർ ആങ്കറായിട്ടാണ് വരുന്നത്, ആങ്കറായിട്ട് ദേഷ്യം, സ്ട്രെസ് ആങ്കറായിട്ട് റിലീസ് ചെയ്യും. ചിലർ മിണ്ടാതിരിക്കും, വിഡ്രോവലാണ്, ഫൈറ്റ്. അപ്പൊ ഈ ആങ്കർ അല്ലെങ്കിൽ സാഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ സ്ട്രെസ് കൂടിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സ്ട്രെസ് കൂടുമ്പോൾ കാണുന്നവരൊക്കെ അഴക്ക് പറയുക, ചീത്ത പറയുക, ഭയങ്കര. ഇപ്പൊ നമ്മൾ ബീർബലിന്റെ സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ ബീർബലിന്റെ അടുത്ത് ഒരു ദിവസം ഒരു സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യമാണ്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഷോപ്പിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു, കച്ചവടമൊക്കെ കുറയാണ്, അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം. ദേഷ്യം കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് ചോറും കൊണ്ട് ഇന്നലെ ദേഷ്യപ്പെട്ട് എൻ്റെ അടുത്ത് ചാടും, ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ വഴക്ക് പറയും. കുട്ടികളുടെ അടുത്തും അങ്ങനെ തന്നെയാണ്, ജീവിതം മടുത്തു, അങ്ങ് എന്തെങ്കിലും ചെയ്തു തരണം. ഇപ്പൊ ബീർബൽ അകത്ത് പോയിട്ട് എന്താ ചെയ്യുന്നറിയാം? ഒരു ഭംഗിയുള്ള ഒരു നല്ല ഒരു കുപ്പിയിൽ കുറച്ച് ഡ്രോപ്സ് മരുന്ന് കൊടുത്തു, കുറച്ച് കൂടുതൽ, ഒരു കുപ്പിയിൽ, വലിയ കുപ്പിയിൽ. എന്നിട്ട് പറഞ്ഞു, ഇനി ആ ലേഡി അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡ് ദേഷ്യം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണം, ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വളരെ സാവകാശം ഇത് കുടിച്ചു തീർക്കാൻ പറയണം. കുടിക്കുന്നതിന് ഒപ്പം തന്നെ ഇവരുടെ അടുത്ത് പറയണം, നിങ്ങൾ ആ കുടിക്കുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം 1 2 3 എന്ന് ഞാൻ മനസ്സുകൊണ്ട് എണ്ണം. അത്രയും സമയമെടുത്ത് മാത്രമേ, ഹോളി മെഡിസിൻ ആണിത്, ഇത് കുടിക്കാനുള്ള, ഫാസ്റ്റായിട്ട് കുടിക്കാൻ പാടില്ല, വളരെ സാവകാശം ടൈം എടുത്ത് ഈ വെള്ളം ഈ മരുന്ന് കുടിക്കണം. അപ്പോഴേക്കും നിങ്ങളുടെ ആങ്കർ തീരും. അപ്പൊ ഇത് പറഞ്ഞു വിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലേഡി വരികയാണ്. എന്തു പറ്റി? ബീർബൽ ചോദിച്ചു. വളരെ നല്ല മെഡിസിൻ ആയിരുന്നു അങ്ങ് തന്ന മെഡിസിൻ, ഒറ്റ പ്രശ്നമുള്ളൂ, വളരെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്ര ശാന്തനാണെന്നറിയോ? എനിക്കറിയില്ല, അങ്ങയോട് എനിക്ക് നന്ദി പറയണം. മാത്രമല്ല, ഇനി അടുത്ത ഒരു 6 മാസത്തേക്കുള്ള മെഡിസിൻ എനിക്ക് തന്നേ പറ്റുള്ളൂ, ഇതില്ല എനിക്ക് പോയാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. അത് അതിനകത്ത് എന്തായിരുന്നെന്നറിയാം? വെറും വെള്ളമായിരുന്നു. ഇത് നമ്മൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു ഹൈഡ്രോ തെറാപ്പിയാണ് ആ പറഞ്ഞത്. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്ത്
വളരെ പതുക്കെ. എന്നിട്ട് ബീർബൽ അയാൾ ലേഡി അടുത്ത് പറഞ്ഞു, വലിയ ഉണ്ടാവിൽ എടുത്ത് വെച്ച് മരുന്ന് കിട്ടിയതെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം. എന്നിട്ട് ദേഷ്യം വരുമ്പോഴൊക്കെ അതിനുള്ള ഭംഗിയുള്ളൊരു ഗ്ലാസ് എടുത്ത് വെക്കുക, കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക, ഇത് മരുന്നാണെന്ന് കരുതി പതുക്കെ പതുക്കെ എണ്ണി കുടിക്കാൻ പറയാം. ഇത് കുറച്ച് 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തപ്പോൾ അയാൾ വളരെ ശാന്തനായി മാറി. സോ ധാരാളം ഇത്തരത്തിലുള്ള ടെക്നിക്സുകളുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന 12 കാര്യങ്ങളാണ്. ഈ 12 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എൻ്റെ ലൈഫ് കോച്ചിങ് സ്റ്റുഡൻസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു കോച്ചി അല്ലെങ്കിൽ ഒരാൾക്ക് വരുമ്പോൾ അവർക്ക് സ്ട്രെസ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് അല്ലാതെ ഞാൻ സ്പെഷ്യൽ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു തരും, പക്ഷേ യു ക്യാൻ യൂസ് ദിസ് ഓൾസോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഐഡന്റിഫൈ നോയിങ് വെദർ ഐ ആം സ്ട്രെസ്ഡ് ഓർ നോട്ട്. എനിക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയണം. നമുക്കറിയണം എനിക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്ന്. മറ്റുള്ളവർ പറയുമ്പോഴല്ല, ഭാര്യ പറയുമ്പോഴോ ഹസ്ബൻഡ് പറയുമ്പോഴോ അല്ല, നിന്റെ കാര്യത്തിൽ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ചിലപ്പോൾ ചില ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ പറയാറുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് പറയാറുണ്ട്. അവർ പറയുന്നതിന് മുമ്പേ നമ്മൾ അറിയണം എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആം ഐ സ്ട്രെസ്ഡ്? അത് അക്നോളജ് ചെയ്യുക. ഞാൻ സ്ട്രെസ്ഫുൾ ആണോ? എനിക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടോ? എനിക്ക് പിന്നെ എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലയോ? എനിക്ക് ഹെഡേക്ക് ഉണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതെങ്കിലും പ്രോബ്ലം എനിക്കുണ്ടോ? ഞാനിപ്പോൾ എൻ്റെ സംസാരം ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് ബിഹേവ് ചെയ്യുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഉറക്കം കുറയുന്നു, എൻ്റെ ഹെൽത്തിൽ എൻ്റെ ഹെൽത്ത് എനിക്ക് നന്നായി നോക്കാൻ പറ്റുന്നില്ല. ടു മെനി ഇഷ്യൂസ്, റീസൺസ് ഉണ്ടാകാം സ്ട്രെസ് ഉണ്ടാകാനുള്ള. ബയോളജിക്കൽ റീസൺസ് ഉണ്ടാകാം, സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാകാം, മെൻ്റൽ റീസൺസ് ഉണ്ടാകാം, മൈൻഡ് റിലേറ്റഡ് റീസൺസ് ഉണ്ടാകാം. അങ്ങനെ ഒത്തിരി സ്പിരിച്വൽ റീസൺസ്, ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് നമ്മൾ ആ ഒരു വഴി നമുക്കുള്ളതല്ലാന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. സോഷ്യൽ റീസൺസ് ഉണ്ടാകാം, എൻവയൺമെന്റൽ റീസൺസ് ഉണ്ടാകും. സോ ഒരുപാട് റീസൺ. ആ റീസൺസിലേക്ക് പോയാൽ എനിക്ക് സൊല്യൂഷൻസിലേക്ക് കടക്കാൻ പറ്റില്ല, ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ സൊല്യൂഷനിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ഇവിടുത്തെ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് എൻ്റെ പ്രശ്നം? അപ്പോൾ എനിക്ക് എന്തുകൊണ്ട്, എന്ന് മുതലാണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ എന്ന് ഞാൻ റെഗുലർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മേക്കിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. യു ഷുഡ് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ഈ അക്നോളജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് അക്നോളജ് ചെയ്തു എനിക്ക് സ്ട്രെസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. അവിടെ നമ്മൾ ചോദിക്കണം, എൻ്റെ ലൈഫ് സ്റ്റൈലിന് എന്താണ് കുഴപ്പം? എത്ര മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്? എത്ര നേരമാണ് ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നത്? ഞാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ്, എൻ്റെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ്? ജങ്ക് ഫുഡ് മാത്രമാണോ? അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലാണോ 24 hours? അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണോ? എൻ്റെ സെൽഫ് കെയർ എത്രത്തോളം ഉണ്ട്? ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടോ? വൈറ്റമിൻ ഡി എനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടോ? എവിടെയാണ് എൻ്റെ പ്രശ്നം? ചെക്ക് യുവർ ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മളുടെ അടുത്ത് ഒരു രോഗി, ഇപ്പം സൈക്കോളജി കൺസൾട്ടേഷൻ എടുക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ട്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചോദിക്കണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? എത്ര മണിക്കാണ് യൂഷ്വലി ഉറങ്ങുന്നത്? എത്ര മണിക്ക് എഴുന്നേൽക്കും? രാവിലെ എന്താണ് നിങ്ങളുടെ റിച്വൽസ്? രാവിലെയുള്ള റിച്വൽ, മോർണിംഗ് റിച്വൽസ് എന്താണ്? ഈവനിങ് റിച്വൽസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് റിലാക്സേഷൻ ടെക്നിക്സ്, ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് എക്സസൈസ് ഉണ്ടോ? ഇതൊക്കെ അത് ലൈഫ് ചേഞ്ച് ചെക്ക് ചെയ്യുക. അതില്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അവിടെ എക്സസൈസ് ചെയ്യാം. നമുക്ക് ഒരു പവർഫുൾ റിച്വൽസ് ഫോളോ ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി ആളുകൾക്കും അത് എന്തൊക്കെയാണെന്ന് അറിയാവുന്നവരാണ്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് റിലാക്സേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാം. PMR, പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ, ജസ്റ്റ് ബ്രീതിങ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും, ക്യാച്ച് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം, നമുക്ക് മൂവ് ഓൺ ചെയ്യാം. മൂന്നാമത്, ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ റുട്ടീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ കറക്റ്റ് റുട്ടീനാണോ? ആ റുട്ടീൻ ഇല്ലെങ്കിൽ ആ റുട്ടീനിലേക്ക് പോകണം. കറക്റ്റ് റുട്ടീനാണോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കറക്റ്റ് സ്കെഡ്യൂൾ, പ്ലാൻ, ബ്രേക്ക് എടുക്കുന്നുണ്ടോ? അതോ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന ആളാണോ? 24/7 വർക്ക് ചെയ്യുന്നതാണോ? സൺഡേ പോലും ബ്രേക്ക് എടുക്കാതെ വർക്ക് ചെയ്യണോ? അത് ഏറ്റവും മോശമായ കാര്യമാണ്. ഏറ്റവും എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ ബ്രേക്ക് എടുക്കണം.
പഠിക്കുന്ന കുട്ടികളും 45 minutes, 5 minutes or 10 minutes break, 1 hour or 10 minutes, 15 minutes ബ്രേക്ക് എടുത്താൽ മാത്രമേ ഇത് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിൽ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ഗിവ് ടൈം ടു ലോഡിങ് ദിസ് പ്രോസസ്. അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം ലോങ് ടൈം മെമ്മറി പോകില്ല, മറന്നു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ടോ, സൺഡേ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ബ്രേക്ക് എടുക്കുന്നുണ്ടോ, അത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, ലേണിംഗ് ദ കോപ്പിംഗ് സ്കിൽസ്. ഒരുപാട് പേർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് കോപ്പിംഗ് സ്കിൽ. അന്ന സെബാസ്റ്റ്യന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് അഡോപ്റ്റീവ് കോപ്പിംഗ് സ്കിൽസ് വേണം. ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന കോപ്പിംഗ് സ്കിൽസ് വേണം. ഇമോഷൻ, സ്ട്രെസ്, ഇതിനെയൊക്കെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാമെന്ന് നമുക്ക് അറിയണം. ആ കോപ്പിംഗ് സ്കിൽസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇപ്പം കുട്ടികൾ, യങ്സ്റ്റേഴ്സ് കൂടുതൽ പേര് സൂയിസൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർ വർക്കിംഗ്, ഈവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്രയോ നല്ല ട്രെയിനിങ് കിട്ടുന്നവരാണ്, അവർ സൂയിസൈഡ് ചെയ്യുന്നത്. കാരണം പ്രോപ്പർ കോപ്പിംഗ് മെക്കാനിസം അവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. എങ്ങനെ ഈ സിറ്റുവേഷനെ ഞാൻ മാനേജ് ചെയ്യണം, എങ്ങനെ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യണം, എങ്ങനെയാണ് ഇമോഷണലി ഞാൻ ബാലൻസ്ഡ് ആകേണ്ടത്, എവിടെയാണ് എനിക്ക് പീസ് ഓഫ് മൈൻഡ് കണ്ടെത്തേണ്ടുന്നത്. നമ്മൾ എപ്പോഴും ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടാകണമെങ്കിൽ ആ പ്രോബ്ലത്തിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റണം. ഇനി ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ആണെങ്കിൽ വൈ ഷുഡ് യു വറി? ഇപ്പം എക്സാമ്പിൾ പറയാം. ഞാൻ രാവിലെ, ഇന്നലെ 2 ദിവസം മുമ്പ് കേട്ടൊരു കാര്യമാണ്, ഹെഡേക്ക്. അപ്പോൾ ഞാനൊരു സ്പീച്ചിൽ കേട്ടൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കറക്റ്റാണ്. ചില പ്രോബ്ലംസ് നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, പെർഫെക്റ്റ്, എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു. എങ്ങനെയൊക്കെയോ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ചില പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല, പിന്നെ നമ്മൾ അതിനെ കറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സാധാരണ തലവേദന വന്നാൽ ചിലപ്പോൾ നമ്മൾ ആ റീസൺ കണ്ടുപിടിക്കണം. സാധാരണ തലവേദനയുടെ റീസൺ ചിലപ്പോൾ വെള്ളം കുടിക്കാഞ്ഞിട്ടാകാം, അതല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായില്ല, അതല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ എന്തോ ചേഞ്ച് വന്നു. ഇനിയിപ്പോൾ ചില ഹാബിറ്റുകളുണ്ട്, ചായ കുടിച്ചില്ലെങ്കിൽ അതൊക്കെ ഒരു ബിലീഫ്സിന്റെ പാർട്ടാണ്. അപ്പം ഞാനൊരു വെള്ളം കുടിച്ചോട്ടെ. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അപ്പോൾ റീസൺസ് കണ്ടുപിടിച്ചു നമ്മളത്, ഉറക്കം പ്രോപ്പർലി ഉറങ്ങുന്നു, ഓവർ വർക്ക് ആണെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യുന്നു, ഒരു PMR എടുക്കുന്നു, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എടുക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്, ഏതെങ്കിലും ചെയ്യുന്നു, നമ്മൾ ഓക്കെ, അതിൻ്റെ പക്ഷെ ചില തലവേദനകൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എക്സാമ്പിൾ, ആ സ്പീച്ചിൽ ഞാൻ കേട്ടൊരു തലവേദന, നോട്ട് ലിറ്റിൽ ബിറ്റ് നെഗറ്റീവ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫാക്ട്. ബ്രെയിൻ ട്യൂമർ വന്ന ഒരാൾക്ക് തലവേദന നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. അതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് മെഡിസിൻ എടുക്കും, പെയിൻ കില്ലർ എടുക്കും, പക്ഷെ എന്നാലും ഒരു പരിമിതിയുണ്ട്. നഷ്ടപ്പെട്ട ഒരാൾ തിരിച്ചു വരണമെന്നും പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അതിനുവേണ്ടി വേദനിച്ചാൽ വരുമോ? മരിച്ചുപോയ ഒരാൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയത് പോട്ടെന്ന് വിചാരിക്കണം, അതിനുവേണ്ടി നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമുക്കറിയാം, അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പ്രോബ്ലത്തിന് വിട്ട് കളയണം. അതെടുത്ത് പിടിച്ചു വെച്ച് അതിനെങ്ങനെ വർക്ക് ചെയ്യാൻ വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് അതിൽ ടൈം വേസ്റ്റ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും ലെസ് ലഗേജുമായിട്ടാണ് നമ്മൾ അവിടെ പോകേണ്ടുന്നത്. അത്രത്തോളം വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്, അത് ഓർമ്മ വേണം. ഓക്കെ, ദെൻ ഇതിനെയാണ് നമുക്ക് ഈ ഈ ചിലർക്ക് ഈ കോപ്പിംഗ് മെക്കാനിസം ഓക്കെ ആണെങ്കിൽ അവർ അഡാപ്റ്റീവ് കോപ്പിംഗ് സ്കിൽസ് എടുക്കുന്നത്, സൈക്കോളജിയിൽ പറയുന്ന കാര്യമാണ്. അഡാപ്റ്റീവ് ആൻഡ് മാലഡാപ്റ്റീവ് എന്നാണ് അതിന് പറയുന്നത്. അഡാപ്റ്റീവ് സ്കിൽസ് എടുക്കുന്നവർ അവർ ചിലപ്പോൾ വെൻഡ് ഔട്ട് ചെയ്യും ഇമോഷൻസ്. എൻ്റെ പ്രശ്നം ഇതാണെന്ന് വളരെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ എക്സ്പെർട്ട് ആൾക്കാരോട് പറയും, അല്ലെങ്കിൽ മെൻറ്റേഴ്സിനടുത്ത് പറയും, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് പറയും, എന്ത് ഞാൻ ചെയ്യണം, അതിൻ്റെ ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരാമോ? അവർ മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുത്ത് അത് സോൾവ് ചെയ്യും. ഇനി ചില ആൾക്കാർ ഇതിനെ എടുക്കുന്ന അവർക്കാണ് ഈ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസിലേക്ക് പോകുന്നവരാണ് സ്ട്രെസ് എടുക്കുന്നത് കൂടുതൽ. ഒന്ന്, സ്മോക്കിംഗ്. സ്ട്രെസ് വന്നു, ജോലി പോയി, വീടിനകത്തിരുന്ന് വലിക്കും, ടോയ്ലറ്റിൽ പോയി വലിക്കും, പോകുന്നിടത്തൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് കാര്യം പറയത്തില്ല, ജോലി പോയതാണ്. അതല്ലെങ്കിൽ അത് എസ്പെഷ്യലി മെയിലാണ് കൂടുതൽ. അല്ലെങ്കിൽ മദ്യപാനം, വൈഫുമായിട്ട് പ്രശ്നമാണ്, ഭയങ്കര ടെൻഷൻ,
അപ്പോൾ പോയി മദ്യം, കൂടുതൽ മദ്യം കഴിക്കുന്നതോ കൂടുതൽ സ്ട്രെസ് കൂടും. അത് മറ്റാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. അഡിക്ഷൻസ്, ഇതുപോലെയുള്ള ബാക്കിയുള്ള അഡിക്ഷൻസ്, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് മെക്കാനിസം കറക്റ്റ് അല്ല, അഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം ഇല്ലാത്തവർക്കാണ് ഈ അഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം അപ്ലൈ ചെയ്യും. അത് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അതിലേക്ക് പോകരുതെന്നാണ് പറയുന്നത്. അടുത്ത നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ലേണിംഗ് കോപ്പിംഗ് സ്കിൽസ്. നാലാമത് പറയുന്നത് കോഗ്നിറ്റീവ് തിങ്കിങ് ചേഞ്ച്. കോഗ്നിറ്റീവ് തിങ്കിങ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്ര കട്ടിയുള്ള വാക്കായിട്ട് തോന്നിയാലും പക്ഷേ സിമ്പിളാണ്. ചിന്ത മാറ്റുക, നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. തോട്ട് പ്രോസസ്സിനെ ഒന്ന് മാറ്റുക. അതായത് ഇപ്പം അസംഷൻ ആൻഡ് ബിലീഫ്സ്, സ്ട്രെസ് ഒരുപാട് വരുന്ന കാര്യമാണ് അസംഷൻ. ആഹാ, അവരങ്ങനെ എന്നെക്കുറിച്ച് ചിന്തിച്ചല്ലേ, നമ്മളങ്ങ് അസ്യൂം ചെയ്യും. എന്നാലും ഇങ്ങനെ എന്നെക്കുറിച്ച് പറയാൻ പാടുണ്ടോ, അസംഷൻ. അതുപോലെ തന്നെ അസംഷൻ ആൻഡ് ബിലീഫ്സ്, നമ്മുടെ കുറച്ച് നെഗറ്റീവ് റോങ് ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. കുറേ ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. എന്നെക്കൊണ്ട് അത് പറ്റില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ അത്ര കഴിവുള്ള ഒരാളൊന്നും അല്ല, അങ്ങനെ കുറേ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. ഇത് സ്ട്രെസ് തരും. ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ടാണ് നമ്മളെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒരു മീറ്റിംഗിൽ വരുമ്പോൾ അവർ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വിളിക്കുന്നു. അപ്പോൾ ആദ്യമേ പറയും വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ട ഹിന്ദി സാമാണേ, ഹിന്ദി സാം റെഡിയായി നിൽക്കണേ. അപ്പോൾ ഹിന്ദി സാം പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് സ്ട്രെസ് അടിക്കാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ ഞാൻ എന്തൊക്കെ പറയും, എങ്ങനെ തുടങ്ങണം, ആരെയൊക്കെ പേര് പറയണം, ആരുടെയൊക്കെ പറയരുത്, എനിക്ക് പറയാൻ പറ്റും. 1000 നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. മങ്കി മൈൻഡ് എന്നല്ലേ പറയുന്നത്. വേണ്ടാത്ത എല്ലാ കാര്യവും നമ്മുടെ മൈൻഡിലേക്ക് വരും. ഫിയർ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് കൂടി, പാൽപിറ്റേഷനിൽ ചേഞ്ചസ് വന്നു, കൈ വിയർത്തു, നെഞ്ചിടിപ്പ് കൂടി, നാക്ക് വരണ്ടു, വെള്ളം അവസാനം വെള്ളം എന്ന് കിടന്ന് നിലവിളിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, എന്തോരം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തതാണ്. LKG പഠിച്ചു, UKG പഠിച്ചു, ഫസ്റ്റ് 2, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5, 10th കഴിഞ്ഞു, +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, മെഡിക്കൽ എക്സാമിനേഷൻ എഴുതി, എൻട്രൻസ് കിട്ടി, ഡോക്ടറായി. ഞാൻ ഡോക്ടർ ഹിന്ദിസമാണ്, എനിക്ക് എൻ്റെ ആവശ്യമില്ല. സോ അക്നോളജ് യുവർ സെൽഫ്. അങ്ങനെ നമ്മൾ ചിന്തിക്കും, നല്ല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വെരി ഈസി. നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കണം, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് വന്ന ആളാണ്, ഞാൻ അവിടെ ചെന്ന് എനിക്ക് സൂപ്പറായിട്ട് എനിക്ക് വോട്ട് ഓഫ് താങ്ക്സ് അല്ല, കുറച്ചുകൂടെ വലിയ കാര്യമായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുന്നത് ഞാൻ തകർത്തേനെ എന്നൊക്കെ മനസ്സിൽ വരണം. എന്നിട്ട് നമ്മളെക്കുറിച്ച് നല്ല 5 കാര്യങ്ങൾ, നല്ല 5 പോയിന്റ് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ ഭയങ്കര ഒരു സംഭവമാണ്, ഞാൻ ഡോക്ടർ ഹിന്ദിസമാണ്, എനിക്ക് എന്തൊക്കെ ആരൊക്കെ ചോദിച്ചാലും എനിക്ക് പറയാൻ എനിക്കറിയാം, എനിക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, എനിക്ക് ചിന്തിക്കാൻ അറിയാം, ഞാൻ ഈ പരീക്ഷകളൊക്കെ പുല്ല് പോലെ പാസ്സായ ആളാണ്, ഞാൻ സംസാരിക്കും. ഈസി ആയിട്ട് ബിലീഫ് അവിടെ മാറി. നമ്മുടെ അസംഷൻ, നമ്മളെക്കുറിച്ചുള്ള അസംഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു, ബിലീഫ് മാറി. അത് മാറ്റാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ്. ലോജിക്കലായിട്ട് ചിലപ്പോൾ ഇല്ലോജിക്കലായിട്ട് ചിലപ്പോൾ ചിന്തിച്ച് കളയും. കാര്യം എന്താണെന്നറിയാം, ടൂ മച്ച് ലോജിക്കലായാലും കുഴപ്പമാണ്. എന്താണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് ഞാൻ കൃതജ്ഞത പറയുന്നത്? ഇവിടെ കൂടി ബഹുമാനപ്പെട്ട, ലോജിക്കലായിട്ട് ചിന്തിക്കും, ഇങ്ങനെ പറയണ്ടേ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷറർക്കും, പിന്നെ വന്നിരിക്കുന്ന അറ്റത്തിരിക്കുന്ന ആൾക്കും, മധ്യത്തിരിക്കുന്ന ആൾക്കും, അവിടെ നിൽക്കുന്ന ആൾക്കും, ഇവിടെ നിൽക്കുന്ന ആൾക്കും. ഇത് കൂടുതൽ ലോജിക്കൽ, അത്രയും ലോജിക്കൽ ആകേണ്ട കാര്യമില്ല. ഒറ്റ സെന്റൻസ് പവർഫുൾ ആയിട്ട് പറയാം. ഒരുപാട് ലോജിക്കൽ ആകാനും പാടില്ല. ഓൾട്ടർനേറ്റീവ് തിങ്കിങ്, നല്ല ചിന്തയ്ക്ക് പകരം റോങ് തോട്ട്സ് നമ്മളെ മനസ്സിലേക്ക് കയറി വരും. വേണ്ടാത്ത ചിന്തകളെല്ലാം കയറി വരും. അതായത് നമുക്ക് അടിപൊളി ചിന്തകളാണ്, നമ്മൾ തന്നെ അതിശയിച്ചു പോകും. നമുക്കുള്ള ചിന്തകളെ കുറിച്ച് നമ്മളൊരു ബുക്കിൽ എവിടെയെങ്കിലും എഴുതി ഇടുകയാണെങ്കിൽ നമ്മൾ അതിശയിച്ചു, ഇത്രയും കാര്യങ്ങളാണോ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. നമ്മൾ കൊഗ്നിറ്റീവ് ഡയറി എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് വെച്ച് നോക്കണം. ഒരു ഡയറി, ചിന്തിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, വൈൽഡ് തോട്ട്സ്. പിന്നെ ചില സമയം നമ്മൾക്ക് നമ്മുടെ ചിന്തകളിൽ വരുന്നത് ക്രേസി ഇൻസൈൻ തോട്ട്സ് ഒക്കെ ആയിരിക്കും. അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രൊആക്റ്റീവ് തിങ്കിങ് നമുക്ക് വേണം. ലുക്ക് ഫോർ പോസിറ്റീവ് തോട്ട്സ് റാദർ ദാൻ നെഗറ്റീവ് തോട്ട്സ്. നല്ലതായിട്ട് നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും, അതാണ് കോഗ്നിറ്റീവ് തിങ്കിങ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തകളൊന്ന് മാറ്റി നോക്കുക. സ്ട്രെസ് വരുന്ന സിറ്റുവേഷനിൽ പുറത്തുപോയ കുട്ടിയും, ഒരമ്മയാണ് പുറത്തുപോയ കുട്ടിയെ കാണുന്നില്ല, ആവശ്യമില്ലാത്ത ആക്സിഡന്റ്, ഇനിയിപ്പോൾ ആക്സിഡന്റിന് ചാൻസ് ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് ഇല്ലെങ്കിൽ വന്ന് നടന്നുകൊണ്ടുപോകുമ്പോൾ കുഞ്ഞു മറിഞ്ഞു വീണ് കൈയും കാലും ഒക്കെ പൊട്ടി, പല്ലൊക്കെ പോയി, എന്തൊക്കെ വൈൽഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം നമുക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. അത് ഒഴിവാക്കുക. നാലാമത്തെ പോയിന്റ്, മാനേജിങ് ഇമോഷൻസ്. നമ്മളെ ഇമോഷൻസിനെ മോഡുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം.
നമ്മുടെ ഇമോഷൻസ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളെ ലൈഫിൽ ദ ബെസ്റ്റ് കൊണ്ടുതരുന്ന ഒരാളാണ് ഒരു സംഭവമാണ് ഇമോഷൻ. അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളെ തകർത്ത് കളയുന്നതും ഇമോഷനാണ്. ഗുഡ് ആൻഡ് ബാഡ് ഇമോഷൻ എടുക്കൂ. നല്ല ഇമോഷൻ നല്ല എനർജി, നല്ല ഫ്രീക്വൻസി, നല്ല വലിയ ലൈഫ്. മോശം ഇമോഷൻ ഏറ്റവും താഴെ പോകും. ഏറ്റവും പാരച്യൂട്ടിൽ പോകുന്ന വരുന്ന കണക്കാണ്. പാരച്യൂട്ടിൽ കയറി മുകളിൽ പോകും. അത്രയും ഫ്രീക്വൻസിയിലേക്ക് പോകാൻ പറ്റും. അതേ നിമിഷം അത് കൈവിട്ട് കഴിഞ്ഞാൽ താഴേക്ക് വരും. ഇതേപോലെ ഗുഡ് ഇമോഷൻസ്, ലേൺ ടു ഡീൽ വിത്ത് യുവർ ഇമോഷൻ. അതൊരു വലിയ സ്കില്ലാണ്. ഇമോഷൻ ലീഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കഴിയും? അണ്ടർസ്റ്റാൻഡിങ് ഓൺ അവർ ഓൺ ഇമോഷൻ. എൻ്റെ ഇമോഷൻ ഇപ്പം എന്താണ്? ഞാൻ എന്താണ് ഇപ്പം ചിന്തിക്കുന്നത്? ആംഗ്രി ആണോ, സാഡ് ആണോ, ജോയ് ആണോ, എന്താണ് ഇത്? എന്താണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഏറ്റവും നല്ലൊരു ടൂളാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾ തെറാപ്പി എന്ന് നമ്മൾ പറയുന്ന മൈൻഡ്ഫുൾനെസ്. അതുപോലെ നമുക്ക് മോശം കാര്യങ്ങളെ പുറന്തള്ളുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാതിരിക്കുക, ആവശ്യത്തിന് മാത്രം പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരിക. ഡേറ്റ് പോയി പുറകെ പോയി ഭയങ്കര മെമ്മറിയാണ് നമ്മൾ. എൻ്റെ മെമ്മറിയെ കുറിച്ച് അറിയണോ എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ ഹാം ചെയ്യാൻ വേണ്ടി പണ്ട് നടന്ന സംഭവങ്ങൾ ഡേറ്റും ടൈമും സെക്കൻഡും ഒക്കെ എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത എല്ലാം പുറത്തേക്ക് എടുത്ത് കളയുകയാണെങ്കിൽ നമുക്ക് നല്ല ഇമോഷൻസ് കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റും. നല്ല ഇമോഷൻസ്. അഞ്ചാമത്തത് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്രോബ്ലം സോൾവിങ് ഒരു സ്കില്ലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡിസിഷൻ മേക്കിംഗ്, നല്ല ഡിസിഷൻ എടുക്കുന്നവർക്ക് ലൈഫ് സൂപ്പർ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ സക്സസും ആൻഡ് ഫെയിലുവർ, ലൈഫിന്റെ ജയപരാജയങ്ങൾ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത് ദ ഡിസിഷൻ വി ആർ ടേക്കിംഗ് ഇൻ അവർ ലൈഫ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വലിയ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, വളരെ എഡ്യൂക്കേഷൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ പറയണമെങ്കിൽ നിങ്ങളൊരു പക്ഷേ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ലതെന്ന് കരുതി ഞാൻ എടുത്തൊരു ഡിസിഷനാണ് എൻ്റെ ജീവിതം തല കുത്തിരി അപ്സൈഡ് ഡൗൺ ആക്കി മാറ്റി. എൻ്റെ ജീവിതം താറുമാറാക്കി. ഞാൻ കരുതി അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഡിസിഷൻ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തായിരുന്നു അതെന്താണെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടോ, അത് പറയാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ കല്യാണം കഴിച്ചതാണോ? അല്ല, കല്യാണം കഴിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു റിലേഷൻ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. സാധാരണ എല്ലാ ചെറുപ്പക്കാരും കല്യാണം കഴിക്കാൻ മടിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാം. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളുള്ള, കുഴപ്പമൊന്നുമില്ലെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഇപ്പോൾ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്ത, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ, അപ്പൊ ഞാൻ ചോദിച്ചത് സാമ്പത്തികമായി പരാധീനതയുള്ള ഒരു കുടുംബത്തിലെ കുട്ടി കഴിക്കുന്നത് അതാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തത്? അതല്ല. അത് മാത്രമല്ല കാര്യം, കുറച്ച് ഫിസിക്കലി അത്ര സ്പീഡിലൊന്നും നടക്കാൻ പറ്റാത്ത, കാലിൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള, അതൊരു പ്രശ്നമല്ല കേട്ടോ. ഒരിക്കലും അതൊരു തെറ്റായ തീരുമാനമൊന്നും ഞാൻ പറയത്തില്ല. അതുമല്ല പ്രശ്നം. പാവപ്പെട്ട വീട്ടില് അത്ര ഏബിൾ അല്ലാത്ത, പഠിക്കാൻ അത്ര ബുദ്ധിയില്ലാത്ത, അതും ഒരു പ്രശ്നമല്ല കേട്ടോ. ഞാൻ അതിനെ പ്രശ്നമായിട്ട് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കല്യാണം കഴിച്ച സ്ത്രീ ഒരു കാരണവശാലും ഇയാളെ സപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല, ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെ വിമർശിക്കുകയും ഇദ്ദേഹത്തിന് നാട്ടിലൊക്കെ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്ന് ഇല്ലാതെ പറഞ്ഞുണ്ടാക്കുകയും ഈ വളർന്നു വന്ന 3 കുട്ടികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുകയും ഈ കുട്ടികളെ കൂടെ ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആക്കുകയും ചെയ്ത് ഇയാളെ സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, ഇവർ ഒട്ടും കാര്യക്ഷമതയില്ലാത്തൊരു സ്ത്രീ. രണ്ടാമത് അവർ നന്നാക്കി എടുക്കാൻ അവരങ്ങനെയാണ് അവരുടെ നേച്ചർ എന്ന്. പക്ഷെ ഇദ്ദേഹം അത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചില്ല. സഹതാപം ഒരുപാട് തലയിൽ വന്നു, സഹതാപത്തിന്റെ അങ്ങേയറ്റം വന്നിട്ട് ചെയ്തു പോയതാണ്. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഒത്തിരി നന്മയുള്ള ഒരുപാട് കാര്യം, ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിന് ഈ ഒരു ഡിസിഷൻ കംപ്ലീറ്റ് ജീവിതം തകർത്ത് കളഞ്ഞു. ഇപ്പൊ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ നല്ലതാണ്, നമ്മൾ അങ്ങനെ ഒരാൾക്ക് ജീവിതം കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ്. പക്ഷെ ആ ഡിസിഷന്റെ പുറകിൽ നമ്മൾ ഒന്നുകൂടി അത് നാളെ എനിക്ക് പ്രോബ്ലം ആവോ, ഇതെങ്ങനെ എനിക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ
അതെങ്ങനെ നമ്മൾ എടുക്കണം, അത്ര ഒരു ജോബ്, ഒരു മാരേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. വൺസ് നമുക്ക് അതിനകത്ത് പെട്ടുപോയാൽ നമ്മൾ പെട്ടതാണ്. നമ്മളത് കൊണ്ടുപോകണം, നന്നാക്കാൻ ശ്രമിക്കണം. ഇനി ഞാൻ തിരിച്ചറിഞ്ഞു, ഇനി ഞാൻ ഇത് വിട്ടിട്ട് പോയാൽ അത് നടക്കുന്ന കാര്യമില്ല. നന്നാക്കാൻ പറ്റിയാൽ നന്നാക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടാൽ അടുത്ത വഴി നോക്കുക. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലംസ്. നെക്സ്റ്റ് 6th ടൈം മാനേജ്മെന്റ് ആണ്. ടൈം ഈസ് ലിമിറ്റഡ്. നമ്മൾ പറയില്ലേ, യു ഷുഡ് മാനേജ് യുവർ ലൈഫ് ഇൻ ദ ഗിവൺ ടൈം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിനെ യു ഷുഡ് മാനേജ് ദ ലൈഫ് ഇൻ ദ ഗിവൺ ടൈം. ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ടൈം മാനേജ്മെന്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എപ്പോഴും ഈ ടൈം മാനേജ്മെന്റ് പറയാൻ ഞാൻ എല്ലാ ദിവസവും ഈ ഒരു പ്രോബ്ലം, ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാനൊന്ന് എൻ്റെ വോയിസിനൊരു ചെറിയൊരു പിടുത്തം വരും. കാരണം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എൻ്റെ ടൈമിങ് കറക്റ്റ് ആക്കിയിട്ടാണോ ഞാൻ ചെയ്യുന്നതെന്നൊരു ചോദ്യം എനിക്ക് വരും കേട്ടോ. സത്യമാണ്, ചിലയിടത്ത് ഞാൻ വളരെ പരാജയപ്പെടുന്ന ഒരു ഏരിയയാണ് ടൈം മാനേജ്മെന്റ്. എനിക്ക് ഇന്ന് എല്ലാ വ്യാഴാഴ്ചകളിലും എനിക്ക് കൊടുക്കാനുള്ള ആർട്ടിക്കിൾ, സൺഡേ സപ്ലിമെന്റിൽ വരാനുള്ള ആർട്ടിക്കിൾ വ്യാഴാഴ്ച കൊടുക്കണം. ചൊവ്വാഴ്ച തൊട്ട് അയാൾ ചോദിക്കും തുടങ്ങും, ബുധനാഴ്ച വീണ്ടും ഓർമ്മിപ്പിക്കും, വ്യാഴാഴ്ച രാവിലെയും ഓർക്കും, മാം റെഡിയായോ, ഉച്ചയ്ക്ക് ഞാൻ ഇപ്പം തരാം എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷമായിരിക്കും ഞാൻ എഴുതുന്നത്. ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടുവെക്കുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ വലിയൊരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിനകത്ത്. ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയാൽ ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റും. സ്ട്രെസ്സ് കുറയുക. സ്ട്രെസ്സ് കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈമിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാത്തതാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഓഫ് കോഴ്സ് എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, എനിക്ക് സ്ട്രെസ് ഉണ്ടാകും. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ബാധിക്കും. അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, എൻ്റെ പെർഫോമൻസിനെ ബാധിക്കും, ക്വാളിറ്റിയെ ബാധിക്കും. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളിൽ എൻ്റെ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ഞാൻ മറ്റുള്ളവരടുത്ത് ഒരുപക്ഷെ റോങ് ആയിട്ട് സംസാരിച്ചേക്കുക ഞാൻ പോലും അറിയില്ല, കാരണം ഞാൻ അക്നോളജ് ചെയ്യത്തില്ല എനിക്ക് സ്ട്രെസ് ഉണ്ടെന്ന്. എങ്ങനെയും ഈ ഒരു കാര്യം നന്നാക്കി എടുക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത വരിക. 7 അസർട്ടീവ്നെസ്. സ്റ്റാൻഡിങ് ഫോർ യുവർ റൈറ്റ്, യുവർ നീഡ് ആൻഡ് അതേഴ്സ് നീഡ്. ഇത് രണ്ടും ഓർത്ത് വെക്കുക. നമുക്ക് ചിലയിടത്ത് നോ പറഞ്ഞാൽ സ്ട്രെസ് കുറയും. നോ പറയാതെ നമ്മളെല്ലാം യെസ് പറയും, എന്നിട്ട് അവസാനം ഇതെല്ലാം ചെയ്തു തീർക്കാനും പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ട്രെസ്സും കൊണ്ട് പിന്നെ ആ സ്ട്രെസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാക്കും, നമ്മളുടെ എഫിഷ്യൻസിയിൽ പ്രോബ്ലം ഉണ്ടാക്കും. ഈ നോ അങ്ങ് ആദ്യമേ ഒരാൾ എക്സാമ്പിൾ പറയാം. ഒരാൾ വന്ന് എന്തെങ്കിലും നമ്മളോട് ചോദിച്ചു, അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു എന്ന് പറയും. ഇപ്പം നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കണമെന്ന് ഞാൻ പറയും. കൊടുക്കാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, ഒരു ഹ്യൂജ് മണിയാണ് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കുക. അപ്പോഴും നമ്മളങ്ങ് നോ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന പറയുന്ന അസർട്ടീവായിട്ട് പറയുന്ന ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇല്ല എങ്കിൽ അത് കൊടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ എൻ്റെ പുറകെ നടന്ന് ചോദിച്ച് നമ്മുടെ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും പോയി കിട്ടും. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോവും, നമ്മുടെ സ്വസ്ഥത പോവും, എൻറ്റയർ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോവും. ബാക്കിയുള്ളവരുമായിട്ടുള്ള നമുക്ക് ഒരു ഇറിറ്റേറ്റിംഗ്, ഇച്ചിങ്, അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ്ലെസ്, ഫിയർ, ആങ്സൈറ്റി, ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ ഒരു നോ പറയുന്നതിന് പകരം ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ബി അസർട്ടീവ് ആയിരിക്കുക എന്നുള്ളതാണ്. യെസ്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കമ്മ്യൂണിക്കേഷൻ. മോർ കമ്മ്യൂണിക്കേറ്റ് ലെസ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. മോർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ, ചില ആൾക്കാരൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യണം. അന്ന സെബാസ്റ്റ്യന്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഐ ആം നോട്ട് ഷുവർ അതെങ്ങനെയാണ്, പക്ഷെ ഒരുപാട് ആത്മഹത്യകളിലും സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളിലും നമുക്ക് പറയുന്ന സൈക്കോസോമാറ്റിക് ഡിസീസ്, ഫിസിക്കൽ ഇഷ്യൂസ് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്. തുറന്നു പറയാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടാകുക, ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു നമുക്കൊരു ഒരു ഒരു നമ്മുടെ ഒരു വൈബ്രേഷണൽ മാച്ചിലുള്ള ഒരു ഫ്രണ്ടോ ഒരു മെന്ററോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഉണ്ടാകുക, ഒരു നമുക്ക് തുറന്നു പറയാൻ തോന്നുന്ന ഒരു സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. നല്ല കമ്മ്യൂണിക്കേഷൻസ്, നല്ല കൊളാബറേഷൻ, നല്ല കൂട്ടായ്മകൾ, അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമ്മൾ നർച്ചർ ചെയ്യണം. അതിനെ വിട്ടുകളയരുത്, നർച്ചർ ചെയ്യണം. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ലാസ്റ്റ് 21 days പ്രോഗ്രാമിലുള്ള കുറേ അധികം നല്ല ഈ പറഞ്ഞ ഒരു വൈബുള്ള ഒരു ഗ്രൂപ്പാണ് ഇപ്പൊ ഞങ്ങളുടെ 21 daysലുള്ളത്. അതിലുള്ളതാണ് ജലീലും ഹിന്ദിസാം, അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് അതിനകത്തുള്ളവരാണ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ കാണുന്ന ഒരു വൈബ് സൂപ്പർബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതി.
അവർ ഓരോ ദിവസവും രാവിലെ പരസ്പരം നർച്ചർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇൻ മൈ ലൈഫ് കോച്ചിങ് ബാച്ച്, കറണ്ട് ബാച്ച്, എല്ലാവരും അങ്ങനെയാണ്. ലാസ്റ്റ് ബാച്ചും അങ്ങനെയായിരുന്നു. സോ ദ വേ ഐ ട്രെയിൻ ദം, നമ്മുടെ ഒരു സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന്റെ ഒരു കോഡ് ഓഫ് ഓണർ തന്നെ എങ്ങനെയാണ്, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ സാധിക്കും, എങ്ങനെ ഒരുമിച്ച് വളരാൻ സാധിക്കും, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ഇന്നലെ ഇപ്പൊ രേഷ്മ ഇവിടെ ഉണ്ട്. രേഷ്മയുടെ AP-യുമായിട്ട് ഇന്നലെ ഡേറ്റിങ്ങിന് പോയ രേഷ്മയുടെ AP നെസിയ എന്ന് പറഞ്ഞ വേറൊരു ലൈഫ് കോച്ച്, ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരാളാണ്. ഇന്നലെ അവർ രണ്ടുപേരും കൂടെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നു ലുലു മോളിൽ വെച്ച്. അതൊരു ഇവന്റ് ആയിരുന്നു. ആ ഗ്രൂപ്പിൽ ലൈഫ് കോച്ചിങ് ബാച്ചിൽ എല്ലാവരും അത് ആഘോഷിച്ചു. രേഷ്മ ഉണ്ടോ? രേഷ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ 2 വാക്ക് അതിനെ കുറിച്ച്? എങ്ങനെയായിരുന്നു? പുറത്താണോ രേഷ്മ ഇപ്പോ? അല്ല, ഞാൻ എന്റെ വല്യമ്മയുടെ വീട്ടിലാണ്. കുഴപ്പമില്ല, സംസാരിക്കും. പറയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസമായിരുന്നു ഇന്നലെ. പുള്ളിക്കാരത്തിന്റെ ഒരുപാട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. സംസാരിച്ചപ്പോ ഷോർട്ട് നോക്കിയപ്പോ ഒരുപാട് കംഫർട്ട് സോൺ ഉണ്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയം പുള്ളിക്കാരിയായിട്ട് പങ്കുവെച്ചത്. അപ്പോ ആദ്യത്തെ 2 വീക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ട്. പക്ഷെ പുള്ളിക്കാരി തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ ആ തോട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരി തന്നെ ആക്ഷൻ എടുക്കണം. അതിലൊരു സംഭവം, ഞാൻ രേഷ്മ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രം വരാം എന്ന് പറയുകയും വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുഴപ്പമില്ല വായോ പറഞ്ഞു. ആള് വന്നു. ആൻഡ് ആദ്യത്തെ ഒരു 1 hour പുള്ളിക്കാരത്തി എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഓൺലൈൻ കണ്ട സംസാരം ആയിരുന്നില്ല. എൻറ്റയർലി ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നേരിട്ട് കുറച്ചും കൂടെ പ്രൂവണായി. പിന്നെ നമുക്ക് ഈ ഒരു ഏജ്, എന്റെ ഏജും ചേച്ചിയുടെ ഏജ് 2 പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും 15 വയസ്സിന്റെ താഴോട്ടൊക്കെ പോയി, കുറച്ച് വായി നോക്കി, കുറച്ച് സന്തോഷമൊക്കെ ആയി. ശരിക്കും എല്ലാ സ്ട്രെസ്സിൽ നിന്നും ഒന്ന് ഔട്ടായി, ഹാപ്പി ആയി. അപ്പൊ വളരെ സന്തോഷമായിരുന്നു. പിന്നെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഒരു 3 hours ആക്ച്വലി ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റി. മൈൻഡിൽ ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന് സ്വയം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു രേഷ്മ. താങ്ക് യു രേഷ്മ വൺസ് അഗൈൻ. രേഷ്മ എൻ്റെ സീനിയർ കോച്ചാണ്. ഇപ്പം ബാക്കിയുള്ള കോച്ചുമാരെ മെന്റർ ചെയ്യുന്ന ആളാണ്. രേഷ്മ സജസ്റ്റ് ചെയ്ത പ്രകാരമാണ് പുള്ളിക്കാരി അവിടെ എത്തുന്ന. പുള്ളിക്കാരുടെ ആദ്യത്തെ സോളോ ട്രാവൽ ആയിരുന്നു. അവർ താമസിക്കുന്ന ജില്ലയിൽ നിന്ന് ട്രിവാൻഡ്രം ജില്ല വരെ. സോ ദിസ് ഇസ് ദ വേ ദ കമ്മ്യൂണിക്കേഷൻ വർക്ക്സ്. ഇന്നലെ എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണുക, സംസാരിക്കുക. വളരെ പുതിയ ഹോപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക് യു വൺസ് അഗൈൻ രേഷ്മ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെയും അവരുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും കൂടി. ഞാൻ ഒരു പക്ഷേ എനിക്ക് എല്ലാവരെയും അതേപോലെ ഒരുപാട് പേരുണ്ടാകുമ്പോൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റീസ്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് ചിലപ്പം എനിക്കൊരു ടൈം കിട്ടത്തില്ല. അതെല്ലാം കൃത്യമായി രേഷ്മ അത് ചെയ്യും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് താങ്ക് യു. ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടുന്നത്, കമ്മ്യൂണിക്കേഷൻ വളർത്തേണ്ടുന്നത്. അടുത്ത 9th പോയിന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ്. നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ഡിഫറെൻറ്റ് റോൾസ് ചെയ്യുന്നവരാണ് അല്ലേ. ചിലപ്പോൾ ഞാനൊരു അമ്മയായിരിക്കാം, വൈഫാണ്, ഒരു സിസ്റ്ററാണ്, ഒരു അതുപോലെ ഒരു ഡോട്ടറാണ്, അങ്ങനെ കുറേ ഫ്രണ്ടാണ്, ഒരു കമ്പനിയുടെ CEO ആണ് ഞാൻ, ലൈഫ് കോച്ചിങ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ടൂ മച്ച് റെസ്പോൺസിബിലിറ്റീസ് എനിക്കുണ്ട്. പക്ഷേ വിച്ച് റോൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ആ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാത്തൊക്കെ ഡെലിഗേറ്റ് ചെയ്യണം. എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രെസ് കൂടും. ഡെലിഗേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ സ്ട്രെസ് കുറഞ്ഞിരിക്കുന്ന, ഏറ്റവും ഉയർന്ന വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള, സൂപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾ അവർ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് പവർ ഓഫ് ഡെലിഗേഷൻ. ദേ യൂസ് ദ പവർ ഓഫ് ഡെലിഗേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ആളുകളെ അവിടെ പിടിച്ചങ്ങ് ഇരുത്തും. പിന്നെ അവരെന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്? റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കാം. നമ്മൾ ചില സ്ഥലത്തെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്താൽ നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്, നമ്മൾ തന്നെ എടുക്കണം റെസ്പോൺസിബിലിറ്റി. ദാൻ മേക്ക് ഷുവർ ദേ ആർ ഡൂയിങ് വെരി വെൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഡെലിഗേഷനാണ് അടുത്ത കാര്യം. വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അവിടെ ഡെലിഗേഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന കാര്യം. ദെൻ 10th സ്പിരിച്വൽ ആണ്. യു ക്യാൻ പ്രേ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് യുവർ പർപ്പസ് ഇൻ യുവർ ലൈഫ്, യു ക്യാൻ ഡു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, മെഡിറ്റേറ്റ്, എന്തൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം, ഹെൽപ്പ് അതേഴ്സ്. ഇതിനകത്ത് എനിക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആൻഡ് കൈൻഡ്ഫുൾ ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ അല്ല മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കൈൻഡ്ഫുൾ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. നമ്മൾ സ്നേഹം മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുക. അതിലൊരു ഡെഡിക്കേഷൻ ഉണ്ടാകണം.
സ്നേഹിക്കുവാൻ, കെയർ ചെയ്യാൻ, കമ്പാഷനേറ്റ് ആകാനുള്ള അതാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആൻഡ് കൈൻഡ്ഫുൾ ഡെഡിക്കേഷൻ. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ദെൻ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റിയിൽ തന്നെ വരുന്ന കാര്യമാണ് സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പിന്നെ റീഡിങ് അതിനകത്ത് നമുക്ക് വരുത്താം. ദെൻ നമുക്ക് നമ്മളുടെ ആങ്കറോ അങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് വെന്റിലേറ്റ് ചെയ്യാം. ദെൻ നല്ല സ്ഥലങ്ങളിൽ സ്പിരിച്വൽ പ്ലേസ് അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ നല്ല സ്ഥലങ്ങൾ, നല്ല ചിന്തകളുള്ള സ്ഥലമെല്ലാം സ്പിരിച്വൽ പ്ലേസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ യാത്രകൾ ചെയ്യാം. നല്ല പ്രവൃത്തി ചെയ്യുന്ന സ്ഥലം എല്ലാം സ്പിരിച്വൽ സ്പേസ് ആണ്. അത് അമ്പലവും മോസ്കും പള്ളിയുമല്ല. നല്ല ആക്ഷൻ ആണോ, നല്ല ചിന്തയാണോ എങ്കിൽ അവിടെ സ്പിരിച്വൽ പ്ലേസ് ആണ്. ഇത് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ, എൻവയോൺമെന്റ് നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മോർ വെൽ ആൻഡ് ഗുഡ്. അടുത്ത 11ാമത്തത് ഫാമിലി, സ്പെൻഡിങ് ടൈം വിത്ത് ഗുഡ് വൺസ്, ക്വാളിറ്റി ടൈം. ഏറ്റവും നന്നായിട്ട് അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ഇല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകും. ഫാമിലി മെമ്പേഴ്സുമായിട്ട്, കൊളീഗ്സുമായിട്ട്, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ നല്ല സോഫ്റ്റ് ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതായിരിക്കും. 12ാമത്തെ സോഷ്യലൈസിങ് ഇൻ ദ റിയൽ വേൾഡ്. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന, യു മേ ഹാവ് മില്യൺസ് ഓഫ് ലൈക്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പക്ഷെ എത്ര റിയൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ട്? ആസ്ക് യുവർ സെൽഫ്, എത്ര റിയൽ റിലേഷൻഷിപ്പ് ഉണ്ട്? റിയൽ വേൾഡിൽ നിങ്ങൾ എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു സോഷ്യലൈസേഷൻ ഉണ്ടോ? ഈ വെർച്വൽ വേൾഡിലുള്ള സോഷ്യലൈസേഷൻ ഒരിക്കലും. അതുകൊണ്ടാണ് ഞാൻ രേഷ്മയുടെ അടുത്ത് ആ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറിനെ അല്ലെങ്കിൽ രേഷ്മയുടെ കോച്ചിയെ കണ്ട എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞ റിയൽ വേൾഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾക്ക് അത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ സ്ട്രെസ് ഇല്ലാതാകും. ദെൻ LOL നന്നായിട്ട് ചിരിക്കുക. ദെൻ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആർട്ട് ഈസ് ദ ഗ്രേറ്റ് ആൻസർ എന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ആർട്ട് ഫോമുകളൊക്കെ ചെയ്യുക, വരയ്ക്കുക, അല്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും. ആർട്ട് ഈസ് ദ ഗ്രേറ്റ് ആൻസർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുക. ദെൻ ആങ്കർ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക. അവരോട് പറയും, എനിക്ക് ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ദേഷ്യമുണ്ട് കേട്ടോ, ഹിന്ദി സാമിൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യമുണ്ട്, ഹിന്ദി സാം എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഹിന്ദി സാമിൻ്റെ അടുത്തൊരു ദേഷ്യമുണ്ട് കേട്ടോ. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അതൊന്നും പറഞ്ഞു തീർക്കുക. വൈ യു ഫീൽ ആംഗ്രി, അത് പറഞ്ഞു തീർക്കുമ്പോൾ പിന്നെ അവിടെ സ്ട്രെസ് ഇല്ല. അതുപോലെ തന്നെ ലെറ്റ് ഗോ ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടു നടക്കാതിരിക്കുക, ലെറ്റ് ഗോ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. ദെൻ ഈ പറഞ്ഞ 12 കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നല്ല ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റിലാക്സേഷൻ ടെക്നിക്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ PMR അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പെറ്റ് തെറാപ്പി സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. ട്രാവലിംഗ് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. റീഡിങ് ഗുഡ് ബുക്സ് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. നല്ല തമാശ കോമഡി സീരിയൽസ് കാണുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. സ്ട്രെസ് കുറയ്ക്കുന്നതിന് മാത്രമല്ല, ലിവ് എ മീനിങ് ലൈഫ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തിനാണ് സ്ട്രെസ് കുറയ്ക്കുന്നത്, എന്തിനാണ് സന്തോഷമായിരിക്കുന്നത്? ജീവിക്കുന്നത് ഒരു മീനിങ് ആയിട്ടുള്ള ജീവിതം ജീവിക്കണം. മീനിങ് ആയിട്ടുള്ള ഒരു പർപ്പസ് നമുക്ക് ഇവിടെ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞില്ലേ, എംപ്റ്റി ആയിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. ഒരു ലഗേജും ഇല്ലാതെ എല്ലാം ഈ ലോകത്തിന് സംഭാവനയായി കൊടുത്തുകൊണ്ട്, എല്ലാം ലോകത്തിന് വേണ്ടി സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം കൊടുത്തുകൊണ്ട് ഫ്രീ ആയിട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതാണ് എൻ്റെ നോട്ടും എൻ്റെ സ്റ്റാർട്ടിങ് നോട്ടും അതാണ്. അപ്പോൾ ഈ ഒരു നോട്ടോടുകൂടി ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഇവിടെ നിങ്ങൾ വന്നതിനും നിങ്ങൾ ഇത്രയും നേരം വളരെ അറ്റൻറ്റീവ് ആയിരുന്നതിനും എൻ്റെ നന്ദി അറിയിക്കും. നിങ്ങളുടെ ടൈമിനെ ഞാൻ വാല്യൂ ചെയ്യുന്നു, നിങ്ങളുടെ പ്രസൻസിന് ഞാൻ വാല്യൂ ചെയ്യുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ഡൗട്ട്സ്? Thank you, ma'am. Thank you very much. താങ്ക് യു വെരി സർ. താങ്ക് യു. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു സ്നേഹവും ഉപകാരം. താങ്ക് യു സജിനി. താങ്ക് യു. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വ്യാഴാഴ്ച നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഏതെങ്കിലും സബ്ജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് മെസ്സേജ് ഇടാം. ഫ്രീ വെബിനാറിൽ ഇട്ടാലും മതി. അപ്പൊ അടുത്ത തേഴ്സ്ഡേ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. സി യു. Thank you, ma'am. താങ്ക് യു. Thank you. Thank you, ma'am. Yes.